നന്മ സർഗ വനിതാ സംസ്ഥാന സമ്മേളനം മാർച്ച് 14 പയ്യന്നൂരിൽ. ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ. കലാകാര സമൂഹം നേരിടുന്ന ജീവൽ പ്രശ്നങ്ങൾ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിലും ഭരണാധികാരികൾക്ക് മുന്നിലും ഉന്നയിക്കാൻ എന്നെന്നും മുൻനിരയിൽ നിന്ന സംഘടനയായ നാഷണൽ അസോസിയേഷൻ ഓഫ് മലയാളം ആർട്ടിസ്റ്റ് നന്മയുടെ മഹിളാ വിഭാഗമായ നന്മ സർഗ വനിതാ സംസ്ഥാന സമ്മേളനം മാർച്ച് 14 പയ്യന്നൂർ ആരാധന ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. സംഘാടക സമിതി ചെയർമാൻ എം പ്രസാദ് സ്വാഗതവും നഗരസഭാ വൈസ് ചെയർപേഴ്സൺ പി ശ്യാമള അധ്യക്ഷതയും വഹിക്കുന്ന സമ്മേളനം പ്രശസ്ത സിനിമാ താരവും ആക്ടിവിസ്റ്റുമായ ഗായത്രി വർഷ ഉദ്ഘാടനം ചെയ്യും. പുതിയ കാലഘട്ടം നേരിടുന്ന കലാലോകത്തെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന സമ്മേളനത്തിൽ വിവിധ ജില്ലകളിൽ നിന്നായി 200ഓളം പ്രതിനിധികൾ പങ്കെടുക്കും. 2025 കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവും നന്മ സർഗ വനിതാ സംസ്ഥാന പ്രസിഡന്റും സിനിമാ താരവുമായ സി രമാദേവിയെ വേദിയിൽ വെച്ച് ആദരിക്കും. തുടർന്ന് നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിൽ നന്മയുടെ നിരവധി ജില്ലാ സംസ്ഥാന ഭാരവാഹികളായ പ്രമുഖ വ്യക്തികളും സംബന്ധിക്കുമെന്ന് നന്മ ഭാരവാഹികളായ വിൽസൺ സാമുവൽ, ജാനമ്മ കുഞ്ഞുണ്ണി, എം പ്രസാദ്, പി ഉമാദേവി, പി എം സുജയ, കെ വി മോഹനൻ എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ശ്വാസം വലിച്ചുവിട്ടെ. എത്ര വയസ്സ് വരെ പാൽ കൊടുത്തു? 1 വയസ്സ് വരെ. കണ്ടില്ലേ, ഇപ്പോഴത്തെ കുട്ടികളുടെ IQ ലെവൽ വളരെ ഹൈ ആണ്. അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും. ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ. നിങ്ങൾ കഴിക്കണം. ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ.